Hello everyone, here I am with the JEE Advanced 2022 question paper. We are going to solve physics paper 1. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് കിടക്കാം. സെക്ഷൻ 1-ൽ 8 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഈ 8 ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റ്യൻ ആണ്, ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. എന്ന് പറഞ്ഞാൽ ഡെസിമൽ പ്ലേസ് ഉള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് വരാം. അങ്ങനെ ഡെസിമൽ പ്ലേസ് വരികയാണെങ്കിൽ 2 ഡിജിറ്റിനത് ട്രങ്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റൗണ്ട് ഓഫ് ടു 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഇനി മാർക്കിംഗ് സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ കറക്റ്റ് ആൻസറിനും 3 മാർക്കാണുള്ളത്, നെഗറ്റീവ് മാർക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോക്കൂ, 2 spherical stars A and B have density rho A and rho B respectively. A and B have same radius and their masses MA and MB are related. MB is equal to 2 times MA. 2 സ്റ്റാർ ഉണ്ട്, മാസ് MAയും MBയും. അവയ്ക്കുടെ റേഡിയസ് സെയിം ആണ്. എം ബിയുടെ മാസ് എം എയുടെ മാസിന്റെ ഡബിൾ ആണ്. ബിയുടെ മാസ് എയുടെ മാസിന്റെ ഡബിൾ ആണ്. ഡ്യൂ ടു ആൻ ഇന്ററാക്ഷൻ പ്രോസസ് സ്റ്റാർ എ ലൂസസ് സം ഓഫ് ഇറ്റ്സ് മാസസ് സോ ദാറ്റ് ദ റേഡിയസ് ഈസ് ഹാഫ്ഡ്. ഇവ തമ്മിലുള്ള ഇന്ററാക്ഷൻ കൊണ്ട് എന്ത് സംഭവിച്ചു? എയുടെ റേഡിയസ് പകുതിയായി, ബാക്കി മാസ് എങ്ങോട്ട്? ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. വൈൽ ഇറ്റ് സ്പെറിക്കൽ ഷേപ്പ് ഈസ് റീറ്റെയിൻഡ് ആൻഡ് ഡെൻസിറ്റി റിമെയിൻസ് റോ എ. The entire mass lost by A is deposited as a thick spherical shell on B. A നഷ്ടപ്പെടുത്തിയ മാസ് ബിയിൽ ഒരു ഷെല്ലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ഡെൻസിറ്റി ഓഫ് ഷെൽ ബീയിങ് റോ എ. ഈ ഷെല്ലിന്റെ ഡെൻസിറ്റി ഈ സ്റ്റാറിന്റെ അതേ ഡെൻസിറ്റി ആണെന്നാണ് പറഞ്ഞത്, റോ എ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കൂ, VA and VB are the escape velocity from A and B after interaction. Interaction കഴിഞ്ഞതിന് ശേഷം ഉള്ള എസ്കേപ്പ് വെലോസിറ്റി, എയിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി VA ആണെന്നും ബിയിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി VB ആണെന്നും പറയുന്നുണ്ട്. ആ റേഷ്യോ എത്രയാണെന്ന് ഇവിടെ പറയുന്നു. ആ റേഷ്യോയിൽ n എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ n കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 2 സ്റ്റാറിനും മാസ് ഡിഫറെന്റ് ആണ്, പക്ഷെ റേഡിയസ് സെയിം ആണ്. എന്ന് പറഞ്ഞാൽ വോളിയം സെയിം ആണ്. എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ കൊണ്ട് എയുടെ കുറച്ച് മാസ് ബിയിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടു ആസ് എ ഷെൽ. ഈ എ എന്ന് പറയുന്ന സ്റ്റാർ അതിന്റെ സ്പെറിക്കൽ ഷേപ്പ് റീറ്റെയിൻ ചെയ്തു. ഇന്ററാക്ഷന് ശേഷം റേഡിയസ് r/2 ആയാൽ escape velocity from B divided by escape velocity from A after interaction എത്രയാണ്? ആ റേഷ്യോ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ച് മാത്തമെറ്റിക്കൽ നോളജ്, എലിമെന്ററി മാത്തമെറ്റിക്കൽ നോളജും എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ചുള്ള ഒരു ഐഡിയയും മാത്രം മതി. എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് എ സ്റ്റാറിന്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എസ്കേപ്പ് സ്പീഡ് ഈസ് ഈക്വൽ ടു, അതെല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ഇക്വേഷൻ ആണ്. വാട്ട് ഈസ് ദാറ്റ്? √2g mass of the star gm by radius of the star. അപ്പൊ നമുക്ക് എന്തെല്ലാം വേണം ഈ പ്രോബ്ലം ചെയ്യാൻ? ഈ സ്റ്റാറിന്റെ മാസും വേണം, ആ സ്റ്റാറിന്റെ ഇന്ററാക്ഷൻ കഴിഞ്ഞുള്ള റേഡിയസും വേണം, ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ടുള്ള റേഡിയസ്. അതുപോലെ ഈ എയുടെ മാസും വേണം, എയുടെ റേഡിയസും വേണം. എയുടെ റേഡിയസ് r/2 ആണെന്ന് തന്നിട്ടുണ്ട്. ഞാൻ ഇന്ററാക്ഷന് മുമ്പുള്ള റേഡിയസ് സ്മോൾ ലെറ്റർ r ആണ് എടുത്തിട്ടുള്ളത്. ഇന്ററാക്ഷൻ കഴിഞ്ഞ് എയുടെ റേഡിയസ് r/2 ആണ്. ബിയുടെ റേഡിയസ് നമുക്ക് അറിയില്ല, ക്യാപിറ്റൽ ലെറ്റർ r ആണെന്ന് വിചാരിക്കാം. ആ ക്യാപിറ്റൽ ലെറ്റർ r സ്മോൾ ലെറ്റർ rന്റെ ടൈമിൽ ആദ്യമേ കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ് us start doing. ഓക്കെ, ഇനിയും ഇന്ററാക്ഷൻ കഴിയുമ്പോൾ ഇതിന്റെ റേഡിയസ് r/2 ആയി. അപ്പൊ വോളിയം എത്രയായിരിക്കും? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു സ്ക്വയർ ഓഫ് റേഡിയസ് അല്ലേ? അപ്പൊ ഇന്ററാക്ഷന് ശേഷം എയുടെ വോളിയം, ഇന്ററാക്ഷന് മുമ്പ് വോളിയം V ആണെങ്കിൽ ഇന്ററാക്ഷന് ശേഷം എയുടെ വോളിയം V/8 ആയിരിക്കും. ദാറ്റ് ഈസ് സിമ്പിൾ സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ? വൈ? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു സ്ക്വയർ ഓഫ് റേഡിയസ്, സ്ക്വയർ നോട്ട് ക്യൂബ് ഓഫ് റേഡിയസ്. ഓക്കെ, അപ്പം റേഡിയസ് r/2 ആയാൽ വോളിയം V/8 ആവും. വോളിയം V/8 ആയാൽ മാസ് MA ആയിരുന്നു മാസ് ഇന്ററാക്ഷന് മുമ്പ്, ഇന്ററാക്ഷൻ ശേഷത്തെ മാസ് MA/8 ആയി മാറും. ഓക്കെ, അപ്പൊ ആ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ബിയിലേക്ക് വരികയാണെങ്കിൽ ബിയുടെ വോളിയം എത്രയായിരിക്കും? ബിയുടെ വോളിയം ഇന്ററാക്ഷന് ശേഷം V ആയിരുന്നു വോളിയം എന്ന് വിചാരിക്കുക. അപ്പോൾ V+. ഇനി എയുടെ എത്രമാത്രം വോളിയമാണ് ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഇപ്പൊ എയുടെ വോളിയം V/8 ആയി, ബാക്കി മൊത്തം ബിയിൽ ഡിപ്പോസിറ്റ് ചെയ്തേക്കുകയാണ്. അപ്പോൾ അതെത്രയാണ്? 7/8 V. മാസ് എത്രയായിരിക്കും? മാസ് ഓഫ് ബി MB പ്ലസ്
എയ്ക്ക് നഷ്ടപ്പെട്ട മാസ് എത്രയാ? 7 ma ഡിവൈഡഡ് ബൈ 8. അപ്പൊ മാസിനെ കുറിച്ച് നമുക്ക് ഏകദേശ ധാരണയുണ്ട്. നമുക്ക് വേണ്ടത് ഇവിടെ മെയിൻ ആയിട്ട് ഈ റേഡിയസ് എത്രയായിരിക്കും. ഇന്ററാക്ഷൻ കഴിഞ്ഞ് ബിയുടെ റേഡിയസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആ റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വോളിയം എടുക്കുകയാണ്. വോളിയം എത്രയാണ്? ഇന്ററാക്ഷൻ ശേഷമുള്ള വോളിയം ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ആണ് വോളിയം. ബിയുടെ വോളിയം ഇത്രയായി. അത് രണ്ടെണ്ണത്തിന്റെ സമ്മാണ്. ബിയുടെ ഒറിജിനൽ വോളിയം എത്രയായിരുന്നു? 4/3 പൈ സ്മോൾ ലെറ്റർ ആർ ക്യൂബ് ആണ്. പിന്നെ എയ്ക്ക് നഷ്ടപ്പെട്ട വോളിയം എത്രയാ? 7/8 എന്ന് പറഞ്ഞാൽ 7/8 ടൈംസ് വോളിയം ഓഫ് എ എത്രയാ? 4/3. വോളിയം ഓഫ് എ വാസ് 4/3 പൈ ആർ ക്യൂബ് ആയിരുന്നു അല്ലേ? ഇനി 4/3 രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു, ഇവിടെ സ്മോൾ ലെറ്റർ ആർ ക്യൂബ് കോമൺ ഔട്ട് ചെയ്യാം, 1 + 7/8 എന്ന് വന്നു. അങ്ങനെ നമുക്ക് ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി കുട്ടികളെ? 15 ഡിവൈഡഡ് ബൈ 8 സ്മോൾ ലെറ്റർ ആർ ക്യൂബ് എന്ന് കിട്ടി. ആറ് കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ക്യൂബ് റൂട്ട് എടുക്കുക. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 15/1/3 ക്യൂബ് റൂട്ട് എടുത്തതാണ്. 8ന്റെ ക്യൂബ് റൂട്ട് 2 ആണ്. ആർ ക്യൂബിന്റെ ക്യൂബ് റൂട്ട് 6 ആണ്. അപ്പം ഈ ക്യാപിറ്റൽ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ ആറും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷനിലേക്ക് പോവാം. നോക്കൂ കുട്ടികളെ, എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ബി, ഹൗ വിൽ യു റൈറ്റ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ബി? എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ഇന്ററാക്ഷൻ വാട്ട് ഈസ് ദ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് ബി. അപ്പൊ ബി ആസ് എ ഹോൾ ഒരു പോയിന്റ് മാസായിട്ട് ബിഹേവ് ചെയ്യുമെന്ന് നമുക്കറിയാം. ബി ആസ് എ ഹോൾ, ഈ ഷെല്ലും ബിയുടെ ഒറിജിനൽ മാസും എല്ലാം ഒരു പോയിന്റ് മാസായിട്ട് ബിഹേവ് ചെയ്യും. ദെയർഫോർ ഇറ്റ് ഈസ് റൂട്ട് 2g. അതുപോലെ എഴുതി മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ബി പ്ലസ് 7/8 പാർട്ട് ഓഫ് മാസ് ഓഫ് എ, ദാറ്റ് ഇസ് ദ മാസ് ഓഫ് ബി നൗ ആഫ്റ്റർ ദ ഇന്ററാക്ഷൻ, ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ബി. Radius of B after interaction we have seen that 15⁻⅓ divided by 2r small letter r ആണ് നമുക്ക് കണ്ടതാണ് നമ്മൾ. ഇനി what is the escape velocity from A? That is so simple. Escape velocity from A is what will you get? root 2g. അതുപോലെ എഴുതി mass of A എത്രയാണ്? ഇപ്പോൾ mass of A divided by 8 ആയി, 1/8 ആയി mass of A, divided by radius of A എത്രയായി? r/2 ആയി. ഇനി ഇതിന്റെ റേഷ്യോ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ വി ബി ഡിവൈഡഡ് ബൈ വി എ ഈസ് ഈക്വൽ ടു, കോമൺ ഔട്ട് ചെയ്യാൻ പറ്റുന്ന, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്? 2g ക്യാൻ ബി ക്യാൻസൽ, r/2 ക്യാൻ ബി ക്യാൻസൽ. എം ബിക്ക് ഞാൻ 2ma എന്ന് എഴുതുകയാണ്, കാരണം ക്വസ്റ്റ്യനിൽ എം ബി ഈസ് ഈക്വൽ ടു 2ma എന്നുണ്ട്. ദെയർഫോർ ലെറ്റ് മീ റൈറ്റ് ദാറ്റ് റൂട്ട് വാട്ട് യു വിൽ ഗെറ്റ് 2 മാസ് ഓഫ് എ, എം ബിക്ക് പകരം എഴുതിയതാണ്, പ്ലസ് 7/8 mass of A divided by what you have here? Here you have 15⁻⅓. Then what you will get? Mass of A divided by 8. Mass of A എന്ന ടേം എല്ലാ ടേമിലും ഉള്ളത് കൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇവിടെ 16 + 7 15 ഡിവൈഡ് ബൈ 8 1/8, 8 can also be cancelled. Therefore this ratio turns out to be what? This ratio turns out to be 16 + 7 23 divided by 15⁻⅓ എന്ന് കിട്ടി. ഇനി ആ റേഷ്യോ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? ആ റേഷ്യോ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് റൂട്ട് 10n divided by 15⁻⅓ എന്നാണ്. അതുകൊണ്ട് we are going to equate it with the given value. What is given? Given in the question that root 10n divided by 15⁻⅓ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ 10n എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി. 10n turns out to be what? 23. നമുക്ക് n ആണ് വേണ്ടത്. n is equal to 2.3 എന്ന് കിട്ടി. അപ്പൊ ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കൃത്യമായിട്ട് 2.3 എന്ന് നിങ്ങൾ എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ 2.30 എന്ന് നിങ്ങൾ എൻ്റർ ചെയ്യണം. Therefore the answer is 2.30. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ദ മിനിമം കൈനറ്റിക് എനർജി നീഡഡ് ബൈ ആൽഫ പാർട്ടിക്കിൾ ടു കോസ് ന്യൂക്ലിയർ റിയാക്ഷൻ. ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇൻ ലാബറട്ടറി ഫ്രെയിം ഈസ് n മെഗാ ഇലക്ട്രോൺ വോൾട്ട്. Assume that nitrogen is at rest in laboratory frame.
The mass of nitrogen, helium, hydrogen, oxygen are given here. See here. Respectively. Where 1 U is equal to 930 mega electron volt per C square. The value of N is. ഇവിടെ തന്നിട്ടുള്ള റിയാക്ഷനിലെ റിയാക്റ്റൻസ് ടോട്ടൽ മാസും പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താ ചെയ്യേണ്ടതെന്ന്. വാട്ട് ഈസ് ദ മാസ് ഓഫ് റിയാക്റ്റൻസ്? ദ നൈട്രജന്റെ മാസ് തന്നിട്ടുണ്ട്, അതുപോലെ ആൽഫ പാർട്ടികളുടെ മാസ് തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20.009 കിട്ടും. 009. അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. പ്രോഡക്റ്റിന്റെ രണ്ടെണ്ണത്തിന്റെയും മാസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇൻഡിവിജ്വലി. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20.011 എന്ന് കിട്ടി. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, പ്രോഡക്റ്റിന്റെ മാസ് ആണ് റിയാക്റ്റന്റിന്റെ മാസിനെ കഴിഞ്ഞ് കൂടുതൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മാസ് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എക്സ്ട്രാ മാസ് ക്രിയേറ്റഡ്, ലെറ്റ് മീ റൈറ്റ്, എക്സ്ട്രാ മാസ് ഫോംഡ്. എന്ത് ചെയ്താൽ മതി? എക്സ്ട്രാ മാസ് ഫോം ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിയാക്റ്റന്റിന്റെ പ്രോഡക്റ്റ് ആണ് കൂടുതൽ മാസ് ഉള്ളത്. അപ്പൊ പ്രോഡക്റ്റിന്റെ മാസിൽ നിന്ന് റിയാക്റ്റന്റിന്റെ മാസ് കുറയ്ക്കണം. വാട്ട് യു വിൽ ഗെറ്റ്? 0.002 എന്ന് കിട്ടി. യു ദിസ് മച്ച് എക്സ്ട്രാ മാസ് ഈസ് ഫോംഡ്. ബട്ട് ഇത് എവിടുന്ന് ഫോം ചെയ്തു? ഫ്രം വെയർ? ആസ്ക് യുവർ സെൽഫ്. ഇതെങ്ങനെയാണ് ഫോം ചെയ്തത്? എവിടുന്നാണ് ഫോം ചെയ്തത്? അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ആൽഫ പാർട്ടിക്കിളിന് കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നല്ലോ, ആ കൈനറ്റിക് എനർജി ആയിരിക്കും ഈ എക്സ്ട്രാ മാസ് ആയിട്ട് ഫോം ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കും. ആ ആൻസർ പാർഷ്യലി കറക്റ്റ് ആണ്, ഫുള്ളി കറക്റ്റ് അല്ലെങ്കിലും. ഇതിന്റെ കംപ്ലീറ്റ് കൈനറ്റിക് എനർജിയും എക്സ്ട്രാ മാസ് ആയിട്ട് ഫോം ചെയ്യില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കംപ്ലീറ്റ് കൈനറ്റിക് എനർജി ഇങ്ങനെ എക്സ്ട്രാ മാസ് ആയിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് ഫോംഡ് റെസ്റ്റിലായിരിക്കും, ഇല്ലേ? അപ്പൊ മൊമെന്റം കൺസർവേഷൻ വയലേറ്റ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസിന് മാത്രമേ മൊമെന്റം ഉണ്ടാവുള്ളൂ, പ്രോഡക്റ്റിന് മൊമെന്റം ഉണ്ടാവില്ല. അപ്പം മൊമെന്റം കൺസർവേഷൻ വയലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഈ കംപ്ലീറ്റ് കൈനറ്റിക് എനർജിയും എന്താവില്ല? ടോട്ടൽ മാസ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ മാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടില്ല. ഒരു പാർട്ട് മാസേ കൺവേർട്ട് ചെയ്യപ്പെട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ലോസ് ഓഫ് കൈനറ്റിക് എനർജി അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ പ്രോഡക്റ്റിനും കൈനറ്റിക് എനർജി ഉണ്ടാവും. ആ പ്രോഡക്റ്റിന്റെ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഈ റിയാക്റ്റന്റിന്റെ കൈനറ്റിക് എനർജി കുറച്ചാൽ കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, അതായിരിക്കും ഈ എക്സ്ട്രാ മാസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. വാട്ട് ഷുഡ് ഐ റൈറ്റ്? ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ലെറ്റ് മീ റൈറ്റ് ദ ലോസ് ഓഫ് വാട്ട്? കൈനറ്റിക് എനർജി. ആരുടെ? ഓഫ് ആൽഫ പാർട്ടിക്കിൾ. മാനിഫെസ്റ്റ് ആസ് വാട്ട്? എക്സ്ട്രാ മാസ് ഇൻ പ്രോഡക്റ്റ്. ഇനിയും ഏത് തരം കൊളീഷനിലാണ് കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്നത്? നിങ്ങൾക്കറിയാം, ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്നില്ല, ലോസ് ആകുന്നില്ല. അപ്പൊ ഇവ തമ്മിലുള്ള കൊളീഷൻ ഉണ്ടല്ലോ കുട്ടികളെ, ഇറ്റ് വിൽ നോട്ട് ബി ഇലാസ്റ്റിക് കൊളീഷൻ. പിന്നെ ഇൻഇലാസ്റ്റിക് ആണോ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് നോക്കാനാണ് മിനിമം കൈനറ്റിക് എനർജി ആണ് ഇതിനുള്ളതെന്നാ പറഞ്ഞത്. മിനിമം കൈനറ്റിക് എനർജി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് മിനിമം കൈനറ്റിക് എനർജി ഉള്ളപ്പോൾ തന്നെ മാക്സിമം എനർജി ലോസ് ഉണ്ടാവണം. മാക്സിമം എനർജി ലോസ് ഈ മാസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പം കൊളീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതാണ് അടുത്ത ഇൻഫർമേഷൻ. കൊളീഷൻ എന്തായിരിക്കും? കൊളീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി വാട്ട്? ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കും. ഇലാസ്റ്റിക് ആയിരിക്കില്ല, ഇൻഇലാസ്റ്റിക്കും ആയിരിക്കില്ല. ഇറ്റ് മസ്റ്റ് ബി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. വൈ? ബിക്കോസ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് മിനിമം കൈനറ്റിക് എനർജി നീഡഡ് ടു ദ ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ഇൻഇലാസ്റ്റിക് കൊളീഷന് പ്രോഡക്റ്റിന് ഒരേ വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെ വെലോസിറ്റി സെയിം ആയിരിക്കണം, അല്ലേ? ഇതിന്റെ വെലോസിറ്റി v ആണെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റിന്റെയും വെലോസിറ്റി v ആയിരിക്കണം. ആൽഫ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി u ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എത്രയുണ്ടെന്നൊന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ? ദാറ്റ് ഈസ് സോ സിമ്പിൾ. ഹാഫ് മാസ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഞാൻ 4m എന്നെടുത്തു. 4m അതിന്റെ വെലോസിറ്റി u ആണ്, u². ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ഇനിയും ലോസ് ഓഫ് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ കെ ലോസ് ഓഫ് എനർജി
ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഫോർമുല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഹാഫ് മ്യൂ ഇൻറ്റു യു റിലേറ്റീവ് സ്ക്വയർ. ഈ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ഈസ് നത്തിങ് ബട്ട് റെഡ്യൂസ്ഡ് മാസ് വിച്ച് ഈസ് ഈക്വൽ ടു m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. യു റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എനർജി, ഇനീഷ്യൽ സ്പീഡിന്റെ അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റിയുടെ റിലേറ്റീവ് വെലോസിറ്റി, ഇനീഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി. അത് രണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഡെൽറ്റ കെ കൈനറ്റിക് എനർജി ലോസ്റ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ എന്ന് പറയുന്നത് m1 m2, m1 എന്ന് പറയുന്നത് 4m ഇൻറ്റു 16m ഡിവൈഡ് ബൈ സം ഓഫ് മാസ് 20m ഇൻറ്റു യു റിലേറ്റീവ് സ്ക്വയർ. യു റിലേറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ യു ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, രണ്ടാമത്തെ 0 ആണ്. അപ്പോൾ യു റിലേറ്റീവ് എന്ന് പറയുന്നത് യു മൈനസ് 0 ഹോൾ സ്ക്വയർ ആണ്. ഇത് ഡെൽറ്റ കെ കൈനറ്റിക് എനർജി ലോസ്റ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് 4m യു സ്ക്വയർ. അതുപോലെ എഴുതി ഞാൻ ഹാഫ് 4m ഇൻറ്റു യു സ്ക്വയർ. പിന്നെ ബാക്കി വരുന്നത് എന്താ? 16m ബൈ 20m എന്ന് പറഞ്ഞാൽ 16/20 4/5. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഡെൽറ്റ കെ ലോസ്റ്റ് kinetic energy lost is equal to 4/5 times the kinetic energy of alpha particle. Kinetic energy of alpha particle 4/5 ലോസ് ചെയ്തു. ആ ലോസ് ആണ് എന്തായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക? ആ ലോസ് ആണ് അതിലെ എക്സ്ട്രാ മാസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ലോസ്റ്റ് ഡെൽറ്റ കെ ലോസ്റ്റ് is equal to extra mass അല്ലെങ്കിൽ energy equivalent to extra mass. Energy equivalent to what? Extra mass. Energy equivalent to extra mass. ഇപ്പോൾ ഡെൽറ്റ കെ ലോസ് എത്രയാണ്? കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിളിന്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ 4/5 കെ ആൽഫ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ. എനർജി ഇക്വലന്റ് ഓഫ് എക്സ്ട്രാ മാസ് എത്രയാണ്? എക്സ്ട്രാ മാസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച 0.002 ആണ് എക്സ്ട്രാ മാസ്. നോക്കൂ, ഇത് എനർജിയും ഇത് മാസാണ്. ഈ മാസിനെ അതിന്റെ ഇക്വലന്റ് എനർജി ആയിട്ട് മാറ്റണം. 0.002 യു എന്ന് പറയുന്നത് 1 യു എന്ന് പറയുന്നത് എന്താണെന്ന് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 1 യു ഈസ് ഈക്വൽ ടു, ഇൻ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് 930 എന്ന് തന്നിട്ടുണ്ട് വിത്ത് പ്രോപ്പർ യൂണിറ്റ്. അപ്പൊ നമ്മൾ 930 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് എന്തായിരിക്കും? മില്യൺ അല്ലെങ്കിൽ മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ നീഡഡ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 0.002 ഇൻറ്റു 930. ഇത് മിയർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദാറ്റ് യു ക്യാൻ ഡു യുവർ സെൽഫ്. വെൻ യു മൾട്ടിപ്ലൈ ദീസ് വാല്യൂസ് യു വിൽ ഗെറ്റ് ഇറ്റ് ടു ബി 2.325 എന്ന് ആൻസർ കിട്ടും. യൂണിറ്റ് എന്താണ്? മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ്സ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ 2.325. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്? വാല്യൂ ഓഫ് എൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആണ്. അപ്പോൾ നമ്മൾ 2.325 എന്ന് എൻ്റർ ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. JEE അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടാൽ ആരും പറയില്ല. വളരെ സിമ്പിൾ ആണ്. In the following circuit, C1, C2, C3, C4, all values are given. There are 5 capacitors whose value is given. നമുക്ക് വേണ്ടത് എന്താ? The charge stored in C3. C3 ഏതാണെന്ന് ഞാൻ കാണിക്കാം. C3, this one. ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ചാർജ് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ആ കപ്പാസിറ്ററിലെ ചാർജ് മാത്രം നമുക്ക് കണ്ടുപിടിക്കണം. ഏത് യൂണിറ്റിലാണ് കണ്ടുപിടിക്കേണ്ടത്? മൈക്രോ കൂളത്തിൽ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ Q3, ആ ചാർജിനെ ഞാൻ Q3 എന്ന് വിളിക്കുന്നു. Q3 is equal to Q is equal to CV എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ C3V എന്ന് എഴുതാം, അല്ലെങ്കിൽ V3 എന്ന് എഴുതാം. വേർ V3 is the potential difference across the capacitor, C3 is its capacitance. അപ്പോൾ ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള അല്ലെങ്കിൽ ഈ പോയിന്റുകൾക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിലെ ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമുക്ക് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ നമുക്ക് റെഫറൻസ് പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കാം, 0 എടുക്കാം. അപ്പോൾ ഈ പോയിന്റിലും 0 ആയിരിക്കും, ഈ പോയിന്റിലും 0 ആയിരിക്കും. കാരണം ദീസ് ആർ ഓൾ ഗുഡ് കണ്ടക്ടേഴ്സ്, കണക്റ്റഡ് ബൈ ഗുഡ് കണ്ടക്ടേഴ്സ്. ഈവൻ അറ്റ് ദിസ് പോയിന്റ് ഓൾസോ ദിസ് വിൽ ബി 0. ഇനിയും ഈ പർട്ടിക്കുലർ പോയിന്റിൽ എത്രയായിരിക്കും പൊട്ടൻഷ്യൽ? ഇറ്റ് വിൽ ബി 2 മോർ ദാൻ 0 അല്ലേ? കാരണം ഈ ബാറ്ററിയുടെ വോൾട്ടേജ് 2 ആണ്. അപ്പോൾ ഹിയർ ദ പൊട്ടൻഷ്യൽ ഈസ് 2. അവിടെ 2 ആണെങ്കിൽ ഹിയർ ഓൾസോ ഇറ്റ് ഈസ് 2, ഹിയർ ഓൾസോ ഇറ്റ് ഈസ് 2. അപ്പോൾ നമുക്ക് വേണ്ടതായി
ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. C3 across ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? 2 - 0 which is 2. Therefore Q3 is equal to C3 എത്രയാണ് തന്നിട്ടുള്ളത്? Here it is given. C3 4 microfarad എന്ന് തന്നിട്ടുണ്ട്. 4 microfarad into V3 പൊട്ടൻഷ്യൽ ഡിഫറൻസ് across that is 2. ഇത് ഏത് യൂണിറ്റിൽ കിട്ടും? മൈക്രോ കൂളത്തിൽ കിട്ടും. കാരണം നമ്മൾ ഇത് 4 microfarad എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ Q3 is equal to 8 micro coulomb. That's answer. Therefore the answer you have to enter is 8. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A rod of length 2 cm makes an angle of 2 pi by 3 radian with the principal axis of a thin convex lens. This angle is given as 2 pi by 3. The lens has a focal length of 10 cm and is placed at a distance of 40 by 3 cm from the object as shown in the figure. This distance is given. The height of the image is 30√3 divided by 13. This is given. Height of the image. And the angle made by it with respect to principal axis is alpha. This angle is given as alpha. Value of alpha is pi by n where n is. നമുക്ക് ഈ ആംഗിൾ ആൽഫ കണ്ടുപിടിക്കണം. ഈ ട്രയാങ്കിൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ കയ്യിലുണ്ട്. അഡ്ജസന്റ് സൈഡ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഈ അഡ്ജസന്റ് സൈഡ് തൽക്കാലം ഡെൽറ്റ വി ആണെന്ന് കരുതുക. ഡെൽറ്റ വി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഓപ്പോസിറ്റ് സൈഡ് വിച്ച് ഇസ് 30√3 ഡിവൈഡഡ് ബൈ 13 ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി എന്ന് എഴുതാം. എന്നിട്ട് ആൽഫ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഡെൽറ്റ വി കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യും. ഈ ലെങ്ത് കണ്ടുപിടിക്കും. സി അതിനെ V1 എന്ന് വിളിക്കാം. പിന്നെ ഈ ലെങ്ത് കൂടെ കണ്ടുപിടിക്കും. അതിനെ V2 എന്ന് വിളിക്കാം. എന്നിട്ട് V1 - V2 ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ നോക്കി. ഈ പോയിന്റിന്റെ ഇമേജ് ആണ് ഈ പോയിന്റ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? നിങ്ങളിങ്ങനെ ഒരു റോഡ് ആലോചിച്ച് നോക്ക്. ഒരു വെർട്ടിക്കലി നിൽക്കുന്ന ഒരു റോഡ് ആലോചിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമേജ് ആണ് ഈ കാണുന്നത് അല്ലേ? അപ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ആണ് ഈ പർട്ടിക്കുലർ പോയിന്റ്. അത് നമുക്കറിയാം. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ പോയിന്റിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ആണിത്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിനെ എ എന്ന് നമുക്ക് വിളിക്കാം. ലെറ്റ് us call it എ. ഈ പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അതാണ് V1. ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് V1. അപ്പോൾ V1 കണ്ടുപിടിക്കാൻ വേണ്ടി തിൻ ലെൻസ് ഫോർമുല ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നോക്കി. ഫോർ ദ പോയിന്റ് for the point A, let me apply thin lens formula. What is that? 1/v എന്നുള്ളത് 1/v1 എന്ന് എടുക്കുകയാണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 40 ഡിവൈഡ് ബൈ 3. അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ 3 ഡിവൈഡ് ബൈ 40 എന്നാവും അല്ലേ? 3 ഡിവൈഡ് ബൈ 40 ഈസ് ഈക്വൽ ടു 1/f. എഫ് 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇത് ത്രൂ ഔട്ട് 40 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 40 ഡിവൈഡ് ബൈ V1 ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 4 വരും. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് V1 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. V1 ഈസ് ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതേ ട്രിക്ക് ഉപയോഗിച്ച് V2 ഞാൻ കണ്ടുപിടിക്കുക. V2 ഏതാണെന്ന് മനസ്സിലായോ? ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് V2. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഏത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഇമേജ് ആണ്? ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഇമേജ് ആണ്. അപ്പോൾ അത് അടുത്ത സ്ലൈഡിൽ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അതിൻ്റെ കറസ്പോണ്ടിങ് ഇമേജ് ഡിസ്റ്റൻസ് ആണിത്. അതിനെ ഞാൻ V2 എന്ന് വിളിക്കുന്നു. V2. അപ്പം ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 40/3 എന്ന്. അതിനോട് ഈ ഡിസ്റ്റൻസ് കൂടെ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ആംഗിൾ എത്രയാണെന്ന് അറിയാമല്ലോ? 60 ആണെന്ന് അറിയാമല്ലോ. ബിക്കോസ് ഈ ആംഗിൾ 120 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അതുകൊണ്ട് ഇത് 60 ആണ്. ഈ റോഡിൻ്റെ ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പം 2 cos 60 ആണ് ഈ എക്സ്ട്രാ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് 1 ആണ്. ഇപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U1 എന്ന് എടുക്കുകയാണെങ്കിൽ U1 ഈസ് ഈക്വൽ ടു 40/3 നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഒപ്പം 1 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ U1 ഈസ് ഈക്വൽ ടു ഹൗ മച്ച് യു വിൽ ഗെറ്റ് 43/3 എന്ന് കിട്ടും. ഇനി ഞാൻ ലെൻസ്
തിൻ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യുകയാണ്. ഫോർ വിച്ച് പോയിന്റ്? ഈ പോയിന്റിനെ ഞാൻ ബി എന്ന് വിളിക്കാം. അതിൻ്റെ കറസ്പോണ്ടിങ് ഇമേജിനെ ബി ഡാഷ് എന്ന് വിളിക്കാം. ഓക്കെ, therefore for the point, let me write, for the point B, 1 by V2, 1 by V1 എന്ന് കഴിഞ്ഞ പ്രാവശ്യം എടുത്തു, ഈ പ്രാവശ്യം 1 by V2 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും അല്ലേ? അപ്പോൾ എത്ര വരും? പ്ലസ് 3 by 43, because this distance is 43 by 3 ആണ്. 1 divided by 43 by 3 എന്നുള്ളത് 3 divided by 43 is equal to 1 by f. f എത്രയാണ്? 10. ഇനി ഈ ഇക്വേഷൻ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ത്രൂ ഔട്ട് 43 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 43 divided by V2 is equal to 1 by 10 43 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4.3 ആയി. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. 43 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഡിവൈഡ് ബൈ 43 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് 3. അങ്ങനെ നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കിയാൽ ഇതിൽ നിന്ന് 43 ഡിവൈഡഡ് ബൈ V2 എന്ന് പറയുന്നത് 1.3 എന്ന് കിട്ടി. 1.3. ഇതിൽ നിന്ന് V2 നമുക്ക് കണ്ടുപിടിക്കാം. ഹൗ? 43 ഡിവൈഡഡ് ബൈ 1.3 അല്ലേ? അപ്പോൾ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ടോപ്പും ബോട്ടവും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ V2 is equal to 430 divided by 13 എന്ന് കിട്ടും. എനിക്ക് V1 കിട്ടി, V2 കിട്ടി. V1 എത്രയാണ് കിട്ടിയേ നോക്കിക്കേ. V1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. എത്രയാണ് കണ്ടുപിടിച്ചത്? 40. V2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. എത്രയാണത്? 430 ഡിവൈഡഡ് ബൈ 13. അപ്പം നമുക്ക് ഈ ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ പറ്റും. ഡെൽറ്റ വി. ഓക്കെ, ലെറ്റ് us find ഡെൽറ്റ വി. ഹൗ വിൽ യു ഫൈൻഡ് ഡെൽറ്റ വി? ഒന്നിൽ നിന്ന് കുറച്ചാൽ പോരെ. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു V1 മൈനസ് V2 ചെയ്താൽ മതി. therefore ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു V1 എത്രയാണ്? 40 മൈനസ് 430. ലെറ്റ് മീ ടേക്ക് ദ സെയിം പേജ്. 40 മൈനസ് what? 430 ഡിവൈഡഡ് ബൈ 13. 13 LCM എടുക്കാം. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 13 LCM എടുത്തു. 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0, 2, 5, 520 minus 430. So delta V turns out to be, let me write somewhere here, delta V turns out to be 90 divided by 13 എന്ന് കിട്ടി. അപ്പോൾ ഡെൽറ്റ വി ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം ടാൻ ആൽഫ ഞാൻ എഴുതാൻ പോവുകയാണ്. ഇനി ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 30 √3 divided by 13 divided by adjacent side. ഡെൽറ്റ വിക്ക് നമുക്ക് എത്ര കിട്ടിയേ? 90 divided by 13 എന്ന് കിട്ടി. 13 രണ്ട് സ്ഥലത്തു നിന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് √3 divided by 3 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1 by √3. അപ്പോൾ ആൽഫ ഡിഗ്രിയിൽ പറയുകയാണെങ്കിൽ 30 ഡിഗ്രിയാണ്, പക്ഷേ നമുക്ക് റേഡിയനിലാണ് വേണ്ടത്. റേഡിയനിൽ ഇറ്റ് ഈസ് π/3. അപ്പോൾ ക്വസ്റ്റ്യനിൽ π/n എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ π/n എന്ന് തന്നു, ആൽഫയുടെ വാല്യൂ π/n എന്ന് തന്നു. അപ്പോൾ നമുക്ക് n ഈസ് ഈക്വൽ ടു π/3 അല്ല കേട്ടോ, ഐ ആം വെരി സോറി, 30 അല്ലേ? അപ്പോൾ π/6 ആണ്. π/6. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര വരും? യു വിൽ ഗെറ്റ് ഇറ്റ് ടു ബി 6. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 6. ഓക്കെ, നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. At t is equal to 0, a disk of radius 1 meter starts to roll without slipping on a horizontal plane with angular acceleration alpha is equal to 2/3 radian per second square. A small stone is stuck to the disk. At t is equal to 0, it is at the contact point of the disk and the plane. Later at t is equal to √5 second, the stone detaches itself and flies off tangentially from the disk. The maximum height reached by the stone measured from the plane is 1/2 plus x/10. The value of x is. ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റ എല്ലാം ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. ആംഗുലാർ ആക്സലേഷൻ തന്നിട്ടുണ്ട്, ടൈമിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ആ പാർട്ടിക്കിൾ എത്തിയ മാക്സിമം ഹൈറ്റും തന്നിട്ടുണ്ട്. t is equal to 0യിൽ ആ സ്റ്റോൺ ദേ ഇവിടെയായിരുന്നു,
കോണ്ടാക്ട് പോയിന്റിലായിരുന്നു. ഈ സ്റ്റോണിന് അല്ലെങ്കിൽ ഈ വീലിന് ആംഗുലാർ ആക്സിലറേഷൻ ആൽഫയുണ്ട്, അത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം ഈ വീലിന്റെ ഒപ്പം ഈ സ്റ്റോൺ ഇവിടം വരെ എത്തി. എന്നിട്ട് ഇവിടുന്ന് എന്ത് സംഭവിച്ചു? അത് ടാൻജൻഷ്യൽ ആയിട്ട് റിലീസായി. അപ്പോൾ അതൊരു പരാബോളിക് പാത്തിൽ ഇങ്ങനെ പോയിട്ട് ദേ ഈ എർത്തിൽ വന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വന്ന് വീഴുമെന്നറിയാം. അപ്പോൾ ഇത് എത്രമാത്രം ഹൈറ്റിൽ പോകുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിനെ H0 നമ്മൾ വിളിക്കുകയാണെങ്കിൽ, H0 എന്ന് വിളിച്ചാൽ ഈ ഹൈറ്റിനെ നമുക്ക് H എന്നും വിളിക്കുകയാണെങ്കിൽ, അപ്പോൾ H മാക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. H max is equal to maximum height reached from the surface of the earth is equal to H0 plus H എന്ന് എഴുതാം. ഈ H0 H നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കേണ്ടി വരും, തീറ്റ കണ്ടുപിടിക്കേണ്ടി വരും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് ആംഗിൾ. ഓക്കെ. പിന്നെ ഈ സ്റ്റോണിന്റെ റിലീസിങ് ടൈമിൽ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടി വരും. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒമേഗ കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൻ്റെ ഈ സമയത്തെ ഒമേഗ എത്രയാണെന്നും കണ്ടുപിടിക്കേണ്ടി വരും. ആ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ലെറ്റ് us പ്രൊസീഡ്. ആദ്യമേ തന്നെ ഞാൻ ഈ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാൻ പോവുക. ദാറ്റ് ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ദിസ് പർട്ടിക്കുലർ ആംഗിൾ തീറ്റ. ദാറ്റ് ഈസ് ജോമെട്രി, യു നോ. തീറ്റ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു ω0 t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ω0 0 ആയതുകൊണ്ട് ഇറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഹാഫ് ആൽഫ ടി സ്ക്വയർ എന്ന് എഴുതാം. ആൽഫയുടെ വാല്യൂ ഒക്കെ ക്വസ്റ്റ്യനിലുണ്ട്. 1/2. ആൽഫയുടെ വാല്യൂ 2/3 ആണ്. ഇറ്റ് ഈസ് ദെയർ ഇൻ ദ ക്വസ്റ്റ്യൻ. ടിയുടെ വാല്യൂ √π ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ പൈ എന്ന് കിട്ടി. പൈ. അങ്ങനെ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? π/3 എന്ന് കിട്ടി നമുക്ക്. π/3. ഓക്കെ. ഇനിയും നമുക്ക് ഒമേഗയും കൂടെ കണ്ടുപിടിക്കാം. ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കും? ω0 പ്ലസ് ആൽഫ ടി. ω0 0 ആയതുകൊണ്ട് ജസ്റ്റ് ആൽഫ ടി എന്ന് എഴുതുകയാണ്. ഒമേഗ ഈസ് ഈക്വൽ ടു ആൽഫയുടെ വാല്യൂ ഞാൻ പറഞ്ഞല്ലോ 2/3 ആണെന്നുണ്ട്. √π ആണ് ടിയുടെ വാല്യൂ. അങ്ങനെ 2√π/3 എന്ന് കിട്ടി ഒമേഗയുടെ വാല്യൂ. ഒമേഗ എന്തിനാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ റിലീസിങ് ടൈമിലെ ഈ സ്റ്റോണിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. V is equal to R alpha എന്നുള്ള ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. R1 ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. V is equal to R omega. V is equal to R omega. R1 ആയതുകൊണ്ട് ഒമേഗയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2√π നോട്ട് 2π 2√π/3 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? ഈ H0 കണ്ടുപിടിക്കാം. H0 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് റിലീസിങ് ടൈമിൽ ഇത് ഗ്രൗണ്ടിൽ നിന്ന് എത്രമാത്രം ഹൈറ്റിലായിരുന്നു എന്ന് അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് R ആണെന്ന് നിങ്ങൾക്കറിയാം. ഡോണ്ട് യു നോ ദിസ് ഈസ് R. ആൻഡ് ഈ പർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റ് എന്താണ്? R cos θ ആണ്. R cos θ. അപ്പോൾ ആറിൽ നിന്ന് R cos θ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് H0 കിട്ടും. ലെറ്റ് മീ റൈറ്റ്. H0 ഈസ് ഈക്വൽ ടു വാട്ട്? R minus R cos θ. ദാറ്റ് മീൻസ് R minus 1 R into 1 minus cos θ. തീറ്റയുടെ വാല്യൂ നമുക്ക് π/3 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ cos π/3. cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ ഇത് R/2 എന്ന് കിട്ടി. R/2. ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ 1 എന്ന് തന്നിട്ടുണ്ട്. ദെയർഫോർ ഇറ്റ് ഈസ് 1/2. H0 കിട്ടി. ഇനി H കൂടെ കണ്ടുപിടിക്കണം. H എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ഫ്രം ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ദിസ് ഈസ് ദ ലെവൽ ഓഫ് പ്രൊജക്ഷൻ, ഹൊറിസോണ്ടൽ ലെവൽ ഓഫ് പ്രൊജക്ഷൻ. ഇതിൽ നിന്ന് ഇത് എത്രമാത്രം ഹൈറ്റിലേക്ക് പോയി എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. H ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് അവർ ഫോർമുല? U square sin square θ/2g. U square എന്നുള്ളത് V square എന്ന് എഴുതണം. V square sin square θ ഡിവൈഡഡ് ബൈ 2g. V നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതിനെ സ്ക്വയർ ചെയ്യണം. ദിസ് ഈസ് V. ഇതിനെ സ്ക്വയർ ചെയ്യൂ. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 4/9π എന്ന് കിട്ടി. പിന്നെ സൈൻ സ്ക്വയർ തീറ്റ, സൈൻ 60 എന്ന് പറയുന്നത്, സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പം സൈൻ സ്ക്വയർ ആണല്ലോ, സ്ക്വയർ ചെയ്യുമ്പോൾ 3/4 എന്ന് വന്നു. ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദാറ്റ്? ഡിവൈഡഡ് ബൈ 2g. 2 into 10 20. ഇത് എത്ര കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം. 3 4 വെട്ടിപ്പോയി. അങ്ങനെ π/60 എന്ന് കിട്ടി. π/60. ഇനിയും നമുക്ക് H മാക്സിൻ്റെ വാല്യൂ നമുക്ക് എഴുതാം. H max ഈസ് ഈക്വൽ ടു maximum height reached is equal to H0 plus H means 1/2 plus π/60.
ഇത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ള ഈ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നിങ്ങൾ നോക്കൂ 1/2 പ്ലസ് x/10 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പം അതുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ലെറ്റ് us equate that will be equated with what is given in your question. In your question it is given as 1/2 plus x/10. Here 6 അല്ല 60 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കമ്പാരിസൺ പോസിബിൾ ആണല്ലോ. വാട്ട് ഈസ് ദ കമ്പാരിസൺ വിച്ച് ഈസ് പോസിബിൾ? x is equal to pi/6 എന്ന് കിട്ടി. x is equal to pi/6. പൈയുടെ വാല്യൂ 3.14 ഡിവൈഡഡ് ബൈ 6. 2 ഡെസിമൽ പ്ലേസിന് എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് 0.5 then 30 14ൽ 2. അപ്പോൾ 0.52 എന്ന ആൻസർ കിട്ടും. നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഡിജിറ്റ് 0.52 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A solid sphere of mass 1 kg and radius 1 meter rolls without slipping on a fixed inclined plane with the angle of inclination theta is equal to 30 degree from the horizontal. Two forces of magnitude 1 Newton each parallel to incline act on the sphere both at a distance r is equal to 0.5 meter from the center of the sphere are shown in the figure. Acceleration of the sphere down the plane is. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ഡൗൺ ദ പ്ലെയിൻ എത്ര ആക്സലറേഷൻ ഉണ്ടെന്ന്. ഓക്കെ, ഈ ആക്സലറേഷനും ഇതിൻ്റെ ആംഗുലാർ ആക്സലറേഷനും തമ്മിലൊരു ബന്ധമുണ്ട്. ഇതൊരു പ്യുവർ റോളിംഗ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് A is equal to R alpha എന്ന് എഴുതാം. വേർ R is the radius of the wheel, radius of the sphere. ഇനി ഈ ആൽഫ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോർക്കിനെ മൊമെന്റ് ഓഫ് ഇനീഷ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടോർക്ക് അബൌട്ട് സെന്റർ എടുത്താലത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നമുക്കറിയില്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയില്ല. അപ്പൊ ടോർക്ക് അബൌട്ട് ദ സെന്റർ എടുത്താൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു പ്രശ്നമാവും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എടുക്കുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. കാരണം എന്താ? ടോർക്ക് ഡ്യൂ ടു ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താവും? ടോർക്ക് ഡ്യൂ ടു ദാറ്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0 ആവും. പിന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന മറ്റു ഫോഴ്സ് ഏതാണ്? എം ജിയുടെ ടോർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. കാരണം എമ്മിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും നമുക്കറിയാം. ബിക്കോസ് ദിസ് ഈസ് ആർ. ഈ സ്പിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. അപ്പോൾ ആർ സൈൻ തീറ്റ ആയിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ ടോർക്ക് ഡ്യൂ ടു എം ജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ടോർക്കും ഈ ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്യുന്ന ടോർക്കും എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ടോർക്ക് കണ്ടുപിടിച്ചാൽ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദിസ് ബോഡി അബൌട്ട് ദിസ് പോയിന്റും അറിയാമെങ്കിൽ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാം. ആൽഫ കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് സെന്റർ ഓഫ് മാസിന്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഐ വിൽ ടേക്ക് ടോർക്ക് അബൌട്ട് ദാറ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് വിച്ച് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ. ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്നാണ്. ബിക്കോസ് അബൌട്ട് ദിസ് പോയിന്റ് ഓർ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദിസ് പോയിന്റ് ദിസ് ബോഡി ക്യാൻ ബി അസ്യൂംഡ് ടു ബി ഇൻ പ്യുവർ റോളിംഗ്. അതുകൊണ്ടാണ് പ്യുവർ റോളിംഗ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ moment of inertia about an axis passing through that point. What is the axis passing through that point called? Instantaneous axis of rotation, I alpha. അങ്ങനെ ഞാൻ ആൽഫ കണ്ടുപിടിക്കും. ഓക്കെ, ടോർക്ക് കണ്ടുപിടിക്കും, മൊമെന്റ് ഓഫ് ഇനീഷ്യ എഴുതും. അങ്ങനെ ആൽഫ കണ്ടുപിടിച്ചിട്ട് എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ അപ്ലൈ ചെയ്തുകൊണ്ട് സെന്റർ ഓഫ് മാസിന്റെ ആക്സലറേഷൻ ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ, ഐ എം ഗോയിങ് ടു പ്രൊസീഡ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ടു ഫൈൻഡ് ടോർക്ക് about this instantaneous, this particular point is called instantaneous center of rotation. What is the torque about instantaneous center of rotation? Instantaneous center of rotation ICR is equal to mg യുടെ ടോർക്ക് കണ്ടുപിടിക്കണം. mg, this is mg, this is r, this is theta. Okay, therefore mg ഉണ്ടാക്കുന്ന ടോർക്ക് mg into perpendicular distance r sin theta, r sin theta. ദെൻ അത് ഏത് ഡയറക്ഷനിലെ ടോർക്കാണ്? ക്ലോക്ക് വൈസ് ടോർക്കാണ്. അത് ഞാൻ പോസിറ്റീവ് എടുത്തു. ഇനി ഈ ഫോഴ്സ് ഉണ്ടാക്കുന്ന ടോർക്കും എബൌട്ട് ദിസ് പോയിന്റ് ക്ലോക്ക് വൈസ് ടോർക്കാണ്.
See, this particular force F. Okay, അതും പോസിറ്റീവ് ഞാൻ എടുക്കുകയാണ്. F into force into perpendicular distance. Distance from this point to that line of action of this force. What is that? Total R minus small letter r. Capital R minus small letter r. R minus r. That's a torque due to force F. ഇനി ഈ ഫോഴ്സ് ഉണ്ടാക്കുന്ന ടോർക്ക് നോക്കി, ഈ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാക്കുന്ന ടോർക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് ടോർക്കാണ്. അതിനെ ഞാൻ നെഗറ്റീവ് എന്ന് എടുക്കണം. അപ്പോൾ മൈനസ് എഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. From here to here, I told you it is capital letter R. Then there is a small letter r also. Therefore, R plus R. എല്ലാ വാല്യൂസും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എം 1 എന്ന് തന്നിട്ടുണ്ട്, ജിയുടെ വാല്യൂ 10 എന്ന് തന്നിട്ടുണ്ട്, R 1 ആണ്, സൈൻ തീറ്റ 30 ആയതുകൊണ്ട് സൈൻ തീറ്റ 1/2 ആണ്. എഫ് 1 എന്ന് തന്നിട്ടുണ്ട്, R 1 എന്ന് തന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ R 1/2 എന്ന് തന്നിട്ടുണ്ട്, മൈനസ് എഫ് 1, R എത്രയാണ് 1 പ്ലസ് സ്മോൾ ലെറ്റർ R 1/2. Therefore, what you get is 5 plus half minus 3/2, which is equal to 4. അപ്പം ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ്റെ എബൌട്ട് ടോർക്ക് 4 ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ മീറ്റർ. Then, about that point, let us find the moment of inertia. About instantaneous axis of rotation. Instantaneous axis of rotation is an axis passing through instantaneous center of rotation and perpendicular to the plane of rotation. That you know. That how will you find? That perpendicular axis theorem apply ചെയ്താൽ മതി. Moment of inertia about center of mass എത്രയാണ്? 2/5 mr square ആണ്. അതിനോട് mass times distance square ആഡ് ചെയ്താൽ മതി. Mass m, distance r ആണ്, mr square. So you got 7/5 mr square. M R 1 ആണെന്ന് തന്നിട്ടുണ്ട്. Therefore, instantaneous axis of rotation about moment of inertia എത്ര കിട്ടി? 7/5 എന്ന് കിട്ടി. ഇനിയും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആൽഫയാണ്. Let us find alpha. How will you find alpha? Torque divided by I. Torque about instantaneous center of rotation divided by moment of inertia about instantaneous axis of rotation. Therefore, torque is equal to, നമുക്ക് 4 എന്ന് കിട്ടി, ഇത് 7/5 എന്ന് കിട്ടി. 7/5 ഞാൻ 5 മുകളിലോട്ട് എഴുതി. അങ്ങനെ 20 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടി ആൽഫ. ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് വേണ്ട സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഡൗൺ ദ പ്ലെയിൻ ഈസ് ഈക്വൽ ടു R ആൽഫ. R 1 ആണ്. Therefore, ACM ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് അത് 20/7 എന്ന് തന്നെ വന്നു. 20നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 times 14. 14ൽ 8 7s are 52. Then comes 5. Then comes 6. നമുക്ക് 2 ഡിജിറ്റിൽ 2 ഡെസിമൽ പോയിന്റിൽ ട്രങ്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇങ്ങനെ ട്രങ്കേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ദ ആൻസർ ഈസ് 2.86 എന്ന് വരും. നിങ്ങൾ എഴുതേണ്ട ആൻസർ, എൻ്റർ ചെയ്യേണ്ട ആൻസർ മറ്റൊന്നുമല്ല, 2.86. 7ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. കൺസിഡർ an LC circuit with inductance L is equal to 0.1 Henry and capacitance C is equal to 10 to the power minus 3 farad kept on a plane. The area of the circuit is 1 meter square. It is placed in a constant magnetic field of strength B0 which is perpendicular to the plane of the circuit. At t is equal to 0, the magnetic field strength start increasing linearly as B is equal to B0 plus beta t, where beta is equal to 0.04 Tesla second inverse. Maximum magnitude of current in the circuit in milliampere is. ഇവിടെ പറയുന്നത് എല്ലും സിയും മാത്രമുള്ള ഒരു സർക്യൂട്ട്, വേറൊന്നുമില്ല. അതൊരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചേക്കുകയാണ്. അല്ലെങ്കിൽ ആ സർക്യൂട്ടിന്റെ പ്ലെയിനിന് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇനീഷ്യലി ഈ മാഗ്നറ്റിക് ഫീൽഡ് B0 ആയിരുന്നു. പിന്നീട് t ഈസ് ഈക്വൽ ടു 0യിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെ? B0 പ്ലസ് ബീറ്റ ടി എന്ന രീതിയിൽ ലീനിയർലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിലൊരു ഇൻഡ്യൂസ് DMF ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. ആ ഇൻഡ്യൂസ് DMFനെ റെപ്രസെന്റ് ചെയ്യാൻ, റീപ്ലേസ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് ഇത്. ഇൻഡ്യൂസ് DMFനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബാറ്ററി വെച്ചേക്കുകയാണ്. ഈ ബാറ്ററിയുടെ V എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ്
ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ? ഹൗ വിൽ ഐ ഫൈൻഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്? ഞാൻ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ തൽക്കാലം വി എന്നാണ് എഴുതുന്നത്. വി ഈസ് ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി ടി. മാഗ്നിറ്റ്യൂഡ് ഓൺലി ഐ ആം റൈറ്റിംഗ്. മൈനസ് ഡി ഫൈ ബൈ ഡി ടി എന്ന് എഴുതേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. നോക്കി, ഫൈ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു എ ആണ്. എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എ ക്യാൻ ബി ടേക്കൺ ഔട്ട്. ദെൻ റൈറ്റ് ഡി ബി ബൈ ഡി ടി. ഡി ബി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. നോക്കൂ, ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ഡി ബി ബൈ ഡി ടി എന്ന് പറയുന്നത്. ബി സീറോ കോൺസ്റ്റന്റ് ആണ് അല്ലേ? Therefore, V is equal to, നമുക്ക് എ അതുപോലെ എഴുതി, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ബീറ്റ എന്ന് വരും. ബീറ്റയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, എ 1 ആണെന്ന് തന്നിട്ടുണ്ട്. Therefore, induced EMF is equal to 1 into 0.04 volt. Therefore, V is equal to 0.04 വോൾട്ട് എന്ന് കിട്ടി. അപ്പം നമുക്ക് വോൾട്ട്. അപ്പം നമുക്കിതിനെ ഒരു ബാറ്ററി ഉള്ള എൽ സി സർക്യൂട്ടായിട്ട് കരുതാം. ഓക്കെ, ബാറ്ററി ഉള്ള എൽ സി സർക്യൂട്ടായിട്ട് കരുതാം. ഇനി നോക്കിക്കേ, ഒരു കാര്യം ഞാൻ പറയാം. ഇതിൽ കറണ്ട് മാക്സിമം ആവുന്ന ടൈമും ഉണ്ട്, കറണ്ട് സീറോ ആവുന്ന ടൈമും ഉണ്ട്. കറണ്ട് സീറോ ആകുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് മാക്സിമം ആകുമ്പോൾ ഈ കപ്പാസിറ്ററിലെ ചാർജ് എങ്ങനെയായിരിക്കും? കപ്പാസിറ്റർ എം ടി ആയിരിക്കും. കപ്പാസിറ്റർ എം ടി ആകുമ്പോഴാണ് കറണ്ട് മാക്സിമം ആകുന്നത്. ഓക്കെ, ഇനി കപ്പാസിറ്ററിലെ ചാർജ് മാക്സിമം ആകുമ്പോൾ കറണ്ട് സീറോ ആയിരിക്കും. കാരണം കറണ്ട് എന്ന് പറയുന്നത് ഡി ക്യൂ ബൈ ഡി ടി ആണ് അല്ലേ? അപ്പം ചാർജ് മാക്സിമം ആകുമ്പോൾ കറണ്ട് സീറോയും ആയിരിക്കും. ആ രണ്ട് ഇൻഫർമേഷൻ ഞാൻ ഇവിടെ എഴുതാം. ലെറ്റ് മീ റൈറ്റ് വെൻ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ സീറോ. ക്യൂ സീറോ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ചാർജിനെയാണ്. ദെൻ വാട്ട് കറണ്ട് വിൽ ബി സീറോ. ഓക്കെ, കൺവേഴ്സ്ലി വി ക്യാൻ റൈറ്റ് വെൻ ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ. കറണ്ട് ഇൻ ദ സർക്യൂട്ട് മാക്സിമം ആകുമ്പോൾ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ സീറോ ആവും. എന്ന് പറഞ്ഞാൽ ഇതിൽ മാക്സിമം എനർജി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറിലെ എനർജി സീറോ ആയിരിക്കും, കാരണം കറണ്ട് സീറോ ആയതുകൊണ്ട്. അതുപോലെ ഇൻഡക്ടറിൽ മാക്സിമം കറണ്ട് അല്ല എനർജി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ വേക്കൻ്റ് ആയിരിക്കും, ക്യൂ സീറോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൽ എനർജി ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം കപ്പാസിറ്ററിലെ മാക്സിമം എനർജിയും ഇൻഡക്ടറിലെ മാക്സിമം എനർജി ഈക്വൽ ആയിരിക്കും. അത് രണ്ടും ഒന്ന് ചൊക്കർ ചെയ്യുന്നേ ഉള്ളൂ, രണ്ടും ഈക്വൽ ആയിരിക്കും. Therefore, കപ്പാസിറ്ററിലെ മാക്സിമം എനർജി ഇൻ കപ്പാസിറ്റർ ആൻഡ് മാക്സിമം എനർജി ഇൻ ഇൻഡക്ടർ ആർ സെയിം. വാട്ട് ഈസ് ദ മാക്സിമം എനർജി ഇൻ ഇൻഡക്ടർ? ഹാഫ് എൽ ഐ സീറോ സ്ക്വയർ, വേർ ഐ സീറോ ഇസ് ദ മാക്സിമം കറണ്ട്. വാട്ട് ഈസ് ദ മാക്സിമം എനർജി ഇൻ കപ്പാസിറ്റർ? ക്യൂ സീറോ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. എനിക്ക് ഐ ആണ് വേണ്ടത്, ഐ അല്ല, ഐ സീറോ ആണ് വേണ്ടത്. ക്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് എൽ സി എന്ന് വന്നു. ക്യൂ അല്ല, ക്യൂ സീറോ ഡിവൈഡ് ബൈ റൂട്ട് എൽ സി. ഇനി ക്യൂ സീറോ എത്രയാണെന്ന് നമുക്ക് ലോജിക്കലി ആലോചിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ക്യൂ സീറോ എന്ന് പറഞ്ഞാൽ മാക്സിമം ചാർജ് ഉള്ള സമയത്താണ്. മാക്സിമം ചാർജ് ഉള്ള സമയത്ത് കറണ്ട് സീറോ ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സീറോ ആണ്. അപ്പോൾ ഈ ഡ്രോപ്പ് വി എന്ന് പറയുന്ന ഡ്രോപ്പ് എവിടെ ഉണ്ടാവും? കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉണ്ടാവും. ഇവിടെ ക്യൂ സീറോ ചാർജ് വരുമ്പോൾ ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ വിൽ ബി ഈക്വൽ ടു വി. അപ്പോൾ ക്യൂ സീറോ ഈസ് ഈക്വൽ ടു സി വി എന്ന് എഴുതാം നമുക്ക്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സി വി ഡിവൈഡഡ് ബൈ റൂട്ട് എൽ സി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് എൽ സി. അപ്പോൾ ഐ സീറോ ഈസ് ഈക്വൽ ടു സി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10⁻³ ആണെന്ന് തന്നിട്ടുണ്ട്. വി നമ്മൾ കണ്ടുപിടിച്ചു 0.04 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ്. വി ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡഡ് ബൈ റൂട്ട് എല്ലിൻ്റെ വാല്യൂ 0.1 എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. 0.1 ഹെൻറി എന്നുണ്ട്. സിയുടെ വാല്യൂ 10⁻³ ആണ്. അപ്പോൾ ഇത് ഓൾ ടുഗദർ 10⁻⁴ ആയി. അതിൻ്റെ സ്ക്വയർ റൂട്ട് 10⁻². അത് മുകളിലോട്ട് പോകുമ്പോൾ എന്ത് വരും? ഐ സീറോ ഈസ് ഈക്വൽ ടു 4 × 10⁻³ എന്ന് കിട്ടി. ഏത്? ആംബിയർ. പക്ഷെ നമുക്ക് വേണ്ടത് മില്ലി ആംബിയർ ആണ്. ദാറ്റ് ഈസ് സോ സിമ്പിൾ. ഐ സീറോ ഈസ് ഈക്വൽ ടു 4 മില്ലി ആംബിയർ. അപ്പോൾ ഈ സർക്യൂട്ടിലെ മാക്സിമം കറണ്ട് 4 മില്ലി ആംബിയർ ആയിരിക്കും. നമ്മൾ എനർജി കൺസർവേഷൻ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. വേറെ രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എനർജി ദിസ് ഈസ് ദ ഈസിയസ്റ്റ് മെത്തേഡ്. അപ്പം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? എത്ര മില്ലി ആംബിയർ ആണെന്ന് ചോദിച്ചാൽ യു ഷുഡ് സേ 4 മില്ലി ആംബിയർ. സെക്ഷൻ 1 ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എ പ്രൊജക്ടൈൽ ഈസ് ഫയർഡ് ഫ്രം ഹൊറിസോണ്ടൽ ഗ്രൗണ്ട് വിത്ത് സ്പീഡ് v ആൻഡ് പ്രൊജക്ഷൻ ആംഗിൾ θ. വെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g, the range of the projectile is d. If at the highest point in its trajectory the projectile enters different region,
where the effective acceleration due to gravity is g dash equal to g divided by 0.81. Then new range d dash is equal to nd, the value of n is. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണെങ്കിൽ, ത്രൂ ഔട്ട് ജി ആണെങ്കിൽ റേഞ്ച് ഡി ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഹാഫ് ഓഫ് ഇറ്റ്സ് പാത്ത് ഈസ് അണ്ടർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. പക്ഷേ ഇതിൽ ഹയസ്റ്റ് പോയിന്റിൽ വേറൊരു ഗ്രാവിറ്റിയിലേക്ക് ഇത് എൻ്റർ ചെയ്യുകയാണ്. അവിടുത്തെ ഗ്രാവിറ്റി ജി അല്ല, ജിയെ കഴിഞ്ഞും കൂടുതലാണ്. ജി ഡിവൈഡ് ബൈ 0.81 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ടൈം ഓഫ് ഫ്ലൈറ്റ് കുറയും. ഓക്കെ, ഇതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കുറയുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് താഴെ എത്തും, എന്ന് പറഞ്ഞാൽ റേഞ്ച് കുറയും. ഓക്കെ, അപ്പോൾ ഡി എന്നുള്ള റേഞ്ചിനെ കഴിഞ്ഞും കുറവായിരിക്കും ഈ ഡി ഡാഷ് എന്ന് പറയുന്ന റേഞ്ച്. നമുക്ക് ഈ ഡി ഡാഷ് ഡിയുടെ ടേമിലാണ് വേണ്ടത്. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അസ്യൂം ചെയ്യുകയാണ്. ഇത് രണ്ട് പ്രൊജക്റ്റൈലായിട്ട് അസ്യൂം ചെയ്യുന്നു. ഇതിനെ ഒരു പ്രൊജക്റ്റൈലായിട്ട് അസ്യൂം ചെയ്യുന്നു, ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈലായിട്ട്. ഓക്കെ, വെലോസിറ്റി യു ആണെന്ന് വിചാരിക്കുക. വെലോസിറ്റി യു, ആ യു എന്താണെന്ന് നമുക്കറിയാം. ആക്ച്വലി എന്താ? വിയുടെ ഒരു കമ്പോണൻ്റാ. വി കോസ് തീറ്റയാണ് യു, വി കോസ് തീറ്റ. അപ്പോൾ ഈ x2, ഈ റേഞ്ച് x2 ആണെന്ന് വിചാരിക്കുക. ഹൈറ്റ് രണ്ട് പ്രൊജക്റ്റൈലിനും ഒരുപോലെയാണ്. രണ്ടാമത്തെ പ്രൊജക്റ്റൈൽ ഞാൻ എങ്ങനെയാണ് കരുതുന്നത്? ഇവിടുന്ന് റിവേഴ്സിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട് കരുതുന്നു. ചെയ്യാൻ എളുപ്പത്തിന് ഇങ്ങനെ കരുതുന്നു. ഇതിൻ്റെയും സ്പീഡ് യു തന്നെയാണ്. കാരണം ഈ പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ ആ പോയിന്റിൽ ആ പ്രൊജക്റ്റൈലിൻ്റെ സ്പീഡ് യു ആണ്. യു എന്ന് പറയുന്നത് എന്താണ്? വി കോസ് തീറ്റയാണ്. ലെറ്റ് മീ റൈറ്റ് ദാറ്റ് ഓൾസോ. ഓക്കെ, വി യു എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് വി കോസ് തീറ്റ, വി കോസ് തീറ്റ. അങ്ങനെ ഈ പ്രൊജക്റ്റൈലിനെ, ഒറ്റ പ്രൊജക്റ്റൈലിനെ രണ്ടായിട്ട് ഞാൻ കരുതി. യു വെലോസിറ്റിയിൽ ടോപ്പിൽ നിന്ന്, എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു പ്രൊജക്റ്റൈൽ ടുവേഴ്സ് ദ റൈറ്റ്, അതിവിടെ വന്ന് വീണു. അതിൻ്റെ റേഞ്ച് x2 ആണെന്ന് വിചാരിക്കുക. അതുപോലെ അതേ വെലോസിറ്റിയിൽ ടുവേഴ്സ് ദ ലെഫ്റ്റ് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നു, യു വെലോസിറ്റിയിൽ, ഫ്രം ദ സെയിം ഹൈറ്റ്. അത് ദേ ഇവിടെ വന്ന് പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ വന്ന് വീഴുന്നു. എവിടെ നിന്നാണോ പ്രൊജക്റ്റ് ചെയ്ത് അവിടെ വന്ന് വീഴുന്നു. അതിൻ്റെ റേഞ്ച് x1 ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും രണ്ട് സ്ഥലത്താണ് സംഭവിക്കുന്നത്, രണ്ട് ഗ്രാവിറ്റിയാണ് അല്ലേ? അപ്പൊ x1ഉം x2ഉം ഈക്വൽ ആയിരിക്കില്ല. ഏതായിരിക്കും കൂടുതൽ? x1 ആയിരിക്കും കൂടുതൽ. ഗ്രാവിറ്റി കുറഞ്ഞ സ്ഥലത്തായിരിക്കും കൂടുതൽ റേഞ്ച് ഉണ്ടാകുക. x2 ലെസ് ദാൻ x1 ആയിരിക്കും. ഇനിയിപ്പോൾ ചെയ്യാൻ എളുപ്പമാണ്. ഡി ഡാഷ് എന്ന് പറയുന്നത് എന്ത് എഴുതാൻ നമുക്ക് നോക്കിക്കേ. ഡി ഡാഷ് ടോട്ടൽ റേഞ്ച് എന്ന് പറയുന്നത് x1 പ്ലസ് x2 ആണ് ഇല്ലേ? അപ്പൊ ഡി ഡാഷ് ഈസ് ഈക്വൽ ടു x1 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിന്റെ റേഞ്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, യു റൂട്ട് 2h/g. ഹൊറിസോണ്ടൽ സ്പീഡ് യു. യുവിനെ വേണമെങ്കിൽ നമുക്ക് വി കോസ് തീറ്റ എന്ന് എഴുതാം, അതിൻ്റെ ആവശ്യമില്ല. യു എന്ന് തന്നെ ഞാൻ എഴുതുന്നു. യു റൂട്ട് 2h/g. x2വിനെയും യു റൂട്ട് 2h, അതേ ഹൈറ്റാണ്. പക്ഷെ ജി എന്നുള്ളത് ജി ഡാഷ് എന്ന് എഴുതണം. ഇനി ജി ഡാഷ് ജിയുടെ ടൈമിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് ഡി ഡാഷ് ഈസ് ഈക്വൽ ടു യു റൂട്ട് 2h ഡിവൈഡഡ് ബൈ ജി പ്ലസ് യു റൂട്ട് 2h ഡിവൈഡഡ് ബൈ ജി ഡിവൈഡഡ് ബൈ 0.81. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുമ്പോൾ 0.9 എന്ന് വന്നു. ഓക്കെ, ഇനി എന്താണ് യു റൂട്ട് 2h/g എന്ന് പറയുന്നത്? എന്താണ്? ഒറിജിനൽ റേഞ്ചിൻ്റെ പകുതിയാണ്. ഈ x1 എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, r/2 ആണ്. ഓക്കെ, അപ്പം യു റൂട്ട് 2h/gയുടെ സ്ഥാനത്ത് എനിക്ക് r/2 എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം. ഡി ഡാഷ് ഈസ് ഈക്വൽ ടു r/2 പ്ലസ്, അവിടെയും സെക്കൻഡ് ടൈമിലും യു റൂട്ട് 2h/g ഉണ്ട്. അവിടെ നമുക്ക് r/2 എന്ന് എഴുതാം. r/2 ഇൻറ്റു 0.9 അല്ലേ? ഡി ഡാഷ് ഈസ് ഈക്വൽ ടു r/2നെ 0.5 എന്ന് ഞാൻ എഴുതി, 0.5 r എന്ന് എഴുതി. ഇനിയും ഇതിനെ 0.45 r എന്ന് എഴുതാം. അങ്ങനെ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0.95 r എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡി ഡാഷ് ഈസ് ഈക്വൽ ടു എൻ ഡി എന്ന്, r എന്നല്ല കേട്ടോ, ബിക്കോസ് ഒറിജിനൽ റേഞ്ച് r അല്ലല്ലോ, ഒറിജിനൽ റേഞ്ച് d ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? r/2 എന്നല്ല എഴുതേണ്ടത്. ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ആസ് d/2. ഇറ്റ്സ് നോട്ട് r/2, d/2. ദിസ് ഈസ് d/2. ആറിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതുക? ഡി എഴുതുക. ആറിൻ്റെ സ്ഥാനത്ത് ജസ്റ്റ് ഡി എഴുതുക, ഡി. Therefore, what you are going to get is 0.95 d.
അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത് d dash ഈസ് ഈക്വൽ ടു 0.ND എന്നാണ് തന്നിട്ടുള്ളത്. നിങ്ങളോട് n കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Therefore n turns out to be 0.95. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആൻസർ എന്താണ്? 0.95. അപ്പോൾ സെക്ഷൻ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.